സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC സെയിൽസ് അസിസ്റ്റന്റ്, ജൂനിയർ ടൈം കീപ്പർ എന്നീ തസ്തികകളിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്? മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണികഴിപ്പിച്ചത്? പോർച്ചുഗീസുകാർ. ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായിരുന്നു മരിയാനെ? ഫ്രഞ്ച് വിപ്ലവം. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്? ഡോക്ടർ BR അംബേദ്കർ. പ്രസ്താവന എ. ജാതി അനീതിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. കാരണം, ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമ പിന്നണി ഗായകനും കൂടിയാണ്. ഓപ്ഷൻ സി, പുഷ്പവതി പൊയ്പാടത്ത്. മൊഹോറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിന്റെയും മുകളിലെ മാന്റിലിന്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മ സൂചിപ്പിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ മാന്റിലിനും പുറം കാമ്പിനും ഇടയിലുള്ള തുടർച്ചയില്ലായ്മ സൂചിപ്പിക്കുന്നു. 1909 എ. മൊഹോറോവിസിക് ആണ് തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രം. യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? നദിയിലെ വിഷ രാസവസ്തുക്കളുടെ സാന്ദ്രതയിൽ വർധനവ്, നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ്, സൾഫ്യൂറിക് ആസിഡിന്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ വെള്ളം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രമാണ് ശരിയല്ലാത്തത്. നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവാണ് യൂട്രോഫിക്കേഷനിലേക്ക് നയിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എ താപ വൈദ്യുത നിലയങ്ങൾ, ലിസ്റ്റ് ബി സംസ്ഥാനം, ഇതുമായിട്ട് പൊരുത്തപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ചന്ദ്രപൂർ മഹാരാഷ്ട്ര, ബനാസ് ഗുജറാത്ത്, രാമഗുണ്ടം തെലങ്കാന, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, കുമയൂൺ ഹിമാലയത്തിന്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നവയിൽ ഏതാണ്? കുമയൂൺ ഹിമാലയം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? ഓപ്ഷൻ എ ആണ് അരി. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഉത്തരാഖണ്ഡ്.
ശ്രീമതി ബാർബറ വൂട്ടന്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? സാമ്പത്തിക ആസൂത്രണമാണ്. ഓപ്ഷൻ ബി. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? സ്വാമിനാഥൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം. തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? കോർപ്പറേറ്റ് നികുതി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന ഏതാണ്? ഓപ്ഷൻ എ 0%, 5%, 12%, 18%, 28%. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? തന്നിരിക്കുന്നു. കേന്ദ്രത്തിലെ സഭ, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം 1, 2, 3. 1976 42ാം ഭരണഘടനാ ഭേദഗതി ആക്ടിന്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4 മാത്രം. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരം. ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. 21ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം 1, 2, 3, 4. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 മാത്രം. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ളയാൾ ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രം. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള രാഷ്ട്രീയ സംവരണം, വിധാൻ സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള രാഷ്ട്രീയ സംവരണം. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ TPLF കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 മാത്രം. പൊതു താൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വി AKJ ബാലാജി എന്ന വിധിന്യായത്തിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AKG ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ
സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 139. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? സാങ്കേതിക വിഭാഗം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 2, 4 മാത്രം. 2ഉം 4ഉം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ആദ്യത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് 2006 ഡിസംബറിലെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 അടുത്തത് പറഞ്ഞിരിക്കുന്നു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും ഉൾപ്പെടുന്നു. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമാണ് ഉൾപ്പെടുന്നത്. കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷം 65 വയസ്സ് വരെയോ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ്, അതിലേതാണോ വരുന്നത് ആദ്യം വരുന്നത് അതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു കീടാക്രമണം, മേഘവിസ്ഫോടനം, ശീതതരംഗം, ഉഷ്ണതരംഗം എന്നിവ. ദുരന്തമല്ലാത്തത്, ദേശീയമായിട്ട് പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഡി ആണ്, ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതം. അടുത്ത ചോദ്യം, ആയുഷ്മാൻ വയവന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന. പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതി PMJAYയുടെ കീഴിൽ വരുന്നു. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ നേടാം. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിന്റെ കീഴിൽ വരാത്തത്? ഓപ്ഷൻ എ ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ത്? ഓപ്ഷൻ ഡി ആണ് മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു ദേശീയ ഹരിത ട്രിബ്യൂണൽ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ദേശീയ ഹരിത ട്രിബ്യൂണൽ 2010. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ 1992. അടുത്ത ചോദ്യം, 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചരുവിൽ.
2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാക്കു. മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. വിറ്റാമിൻ B1 കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ബെറിബെറി, വെർണിക്കെ കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനുസിൽ പെടുന്നു? ലെന്റി വൈറസ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്വാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? അഡിസൺസ് രോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? കൊല്ലം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലാറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയ ആണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിന്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വേഗത സ്ഥിരമാണ്, പക്ഷേ ത്വരണം വേരിയബിൾ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. ഒരു ടാപ്പിന്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. പ്രതലബലം. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ഡാഷ് എന്ന പേരുള്ള ദൗത്യത്തിൽ ഏതാണ്? സ്പെഡെക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്പെഡെക്സ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം ശരിയാണ്. N2 തന്മാത്ര പാരാമാഗ്നറ്റിക് ആണ്. N2 തന്മാത്രയ്ക്ക് O2 തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. Mg2+ Na+, F-, O2-, N3-. ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? സൾഫർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തു വന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു. KP കേശവമേനോൻ, ബി പാറുക്കുട്ടിയമ്മ,
വൈക്കം മുഹമ്മദ് ബഷീർ, MN കാരശ്ശേരി, ഇളംകുളം കുഞ്ഞൻപിള്ള, J പത്മകുമാരി, NP മുഹമ്മദ്, KS ജയശ്രീ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചേരാത്തത് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇളംകുളം കുഞ്ഞൻപിള്ള, ഇവിടെ തന്നിരിക്കുന്നു J പത്മകുമാരി എന്നാണ്. ഇളംകുളം കുഞ്ഞൻപിള്ള ശ്രീധര മേനോന്റെ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ജീവചരിത്രം എഴുതിയത് ശ്രീധര മേനോനാണ്. അടുത്തത്, മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, മുകളിലെ പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. നോക്കാം. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോടുകൂടി -30°C താഴെ വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇടം നൽകുന്ന കഠിന കാലാവസ്ഥ പ്രതിഭാതമാണ് സ്യൂത്. കറുത്ത സ്യൂത് എന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത അതിശൈത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സ്യൂത് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാപത്തിനെ നേരിടാൻ വേണ്ട പദ്ധതികൾക്കായി മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്? സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്ന് പറഞ്ഞിരിക്കുന്നു. ഐവർ കളി പ്രധാനമായിട്ടും വിശ്വകർമ്മ സമുദായങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് വിശ്വകർമ്മ. ഇനി ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് കുമ്പളയിലെ പാർത്തി സുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, ഏതു രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്ക് പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാര രീതി അരങ്ങേറിയിരുന്നത്? എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ഇന്തോനേഷ്യയിലാണ്. റഷ്യൻ സാഹിത്യകാരനായ ദസ്തയോവിസ്കിയുടെ പ്രസിദ്ധമായ നോവലായ കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാവരും. ആരൊക്കെയാണ്? ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, ഡോക്ടർ KP ശശിധരൻ. ഇന്ത്യൻ MMA മിക്സ്ഡ് മാർഷ്യൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്ത്? പൂജ തോമർ. ഓപ്ഷൻ ബി ആണ്, ദി സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്തിന് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് N പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിലെ ഒരു നിർദ്ദേശമല്ല? ഉത്തരം ഓപ്ഷൻ സി, ഡീബഗിംഗ് ഇൻസ്ട്രക്ഷൻ. OSA മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ഫിസിക്കൽ ലെയർ. വെബ് ബ്രൗസറിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ആണ്, വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്?
ഗൂഗിൾ. TOB ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിനുള്ള ഭാഷ ഏതാണ്? പൈത്തൺ. 2025 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതു താൽപ്പര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ശരി. 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷത്തിൽ കൂടുതലും 2 കോടി രൂപ വരെ വിലയുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരിപാടികൾ പരിഹരിക്കുന്നു. ദേശീയ കമ്മീഷൻ 2 കോടി കൂടുതലുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. 2016 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല വൈകല്യമുള്ള ഒരു വ്യക്തിയെയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടലിൽ മറ്റുള്ളവരുമായി തുല്യമായ സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. 2013 ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലി സ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിൻ്റെ നിയമങ്ങളിലെയോ എന്തെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുകയോ ചെയ്താൽ അയാൾക്ക് $രൂപ വരെ പിഴ ചുമത്തപ്പെടും. 50,000. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി ആണ് 323A. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. IPM സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 12 കിലോമീറ്റർ. 72ൻ്റെ ഉത്തരം വരുന്നത് 72. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 9 ദിവസം. 73ൻ്റെ ഉത്തരം 73 ഓപ്ഷൻ ബി ആണ് 40. 74ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 15. ഇനി 75ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 25. 76 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 20 ഡിഗ്രി. 77ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1. 78ാമത്തെ ചോദ്യം 78 ഓപ്ഷൻ ബി ആണ്. 79ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ശനിയാഴ്ച. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. A person who helps others, especially through charitable work or donations of money. ഉത്തരം ഓപ്ഷൻ ബി philanthropist. From which language does the word democracy come? Greek. Add the correct question tag. Please lend your book. Will you? Had I not seen this with my own eyes, I dash it. Would not have believed. Would not have believed. Hazardous means dangerous. The correct word for tending to change.
changeable. Neither food nor water dash to be found there. Was. Select the correct sentence. Option C. You need not to do it. Which is the word that means based on what seems to be so without further or deeper investigation? Option C ആണ് ഉത്തരം. Prima facie. Transform the given sentence without any change of meaning. Oh, that I were young again. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, I wish that I were young again. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ലേഖകൻ. ഓപ്ഷൻ ബി ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഭീമന്റെ പുത്രി ബൈ മീ. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? നവം. പുതിയത്. 9. ആദ്രാലെങ്കിലും കോരി വിളമ്പിയാൽ സോതില്ലയെന്ന് വരുമിതു നിർണയം. ആരുടെ വരികൾ? കുഞ്ചൻ നമ്പ്യാർ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. മുഖം. ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ദ്വിത്വസന്ധി. അവസാനത്തെ ചോദ്യം, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗ്രഹീതൻ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഫൈനൽ ആൻസർ കീ വരുമ്പോഴുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.